നമസ്കാരം. എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ ഈ ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഈ വർഷത്തെ മഹാശിവരാത്രിക്ക് തുടക്കം കുറിക്കുകയാണ്. ദേവന്മാരുടെ ദേവനായ മഹാദേവന്റെ ഏറ്റവും പരമപ്രധാനമായ ശിവരാത്രി ഈ മാസം 16-നാണ്. ഭഗവാന്റെ തേജസ്സും സാന്നിധ്യവും തുളുമ്പി നിൽക്കുന്ന ഈ സമയത്ത് ഭഗവാനെ ആരാധിക്കുന്നതും പ്രീതിപ്പെടുത്തുന്നതും അത്യുത്തമമാണ്. അതിനുവേണ്ടി നമുക്ക് എന്തൊക്കെ അനുഷ്ഠിക്കാമെന്നാണ് നോക്കാൻ പോകുന്നത്. മഹാശിവരാത്രി ദിനത്തിൽ ഭഗവാനെ ആരാധിക്കുന്നതിനായി വിവിധ തരത്തിലുള്ള മന്ത്രങ്ങൾ ജപിക്കാവുന്നതാണ്. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരുന്നതാണ്. ഇവിടെ 12 രാശിയിൽപ്പെട്ട ആളുകൾക്കും ഭഗവാനെ എങ്ങനെ പ്രസാദിപ്പിക്കണമെന്ന് നമുക്ക് നോക്കാം. അതിനു മുമ്പ് ഈ ഒരു ശിവരാത്രിക്ക് വളരെയധികം പ്രാധാന്യമുണ്ട് എന്ന് പറയാൻ കാരണം, മാർച്ച് മാസം 29-ാം തീയതി നടക്കാൻ പോകുന്ന ശനിമാറ്റം വഴി അഷ്ടമശനി, കണ്ടകശനി, ഏഴര ശനി എന്നിവയൊക്കെ അനുഭവിക്കാൻ പോകുന്നവർക്ക് ഈ ഒരു ശിവരാത്രി ദിനത്തിൽ ഭഗവാനെ നല്ല രീതിയിൽ ആരാധിക്കുകയാണെങ്കിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്താൻ സാധിക്കുന്നതാണ്. കാരണം ശനിയുടെ ദോഷങ്ങളെ നിയന്ത്രിക്കാൻ പറ്റുന്ന ഒരു മഹാദേവനാണ് ശിവൻ എന്ന് പറയുന്നത്. ഇവിടെ മേടൻ രാശിക്കാർക്ക് ഓം രുദ്രായ നമ എന്ന മന്ത്രമാണ് ജപിക്കേണ്ടത്. ഇത് ജപിക്കുന്നത് വഴി നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതും ഇനി ഉണ്ടാകാൻ പോകുന്നതുമായ എല്ലാ ദുഃഖങ്ങൾക്കും കഷ്ടപ്പാടുകൾക്കും പരിഹാരം ലഭിക്കുന്നതാണ്. ഇനി ഇടവം രാശിക്കാരെ നോക്കുമ്പോൾ ഓം നമഃശിവായ എന്ന പഞ്ചാക്ഷരി മന്ത്രമാണ് ഇവർ ജപിക്കേണ്ടത്. ഇത് എല്ലാ തരത്തിലുള്ള ഭയത്തെയും മിഥ്യാധാരണകളെയും ഇല്ലാതാക്കാൻ സഹായിക്കുന്നു. മിഥുനം രാശിക്കാരുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഓം മഹേശ്വരായ നമ എന്ന മന്ത്രമാണ് ശിവരാത്രി ദിനത്തിൽ ജപിക്കേണ്ടത്. ഇത് നിങ്ങളുടെ മുന്നോട്ടുള്ള പാത എളുപ്പമുള്ളതാക്കുന്നതായിരിക്കും. കർക്കിടകം രാശിക്കാരെ കുറിച്ച് നോക്കുമ്പോൾ ഓം നാഗേശ്വരായ നമ എന്ന മന്ത്രമാണ് ജപിക്കേണ്ടത്. ഇത് ഇവരുടെ ശനി രാഹു ദോഷങ്ങളെ പൂർണ്ണമായും ഇല്ലാതാക്കാൻ സഹായിക്കുന്നു. കൂടാതെ എല്ലാ ഗ്രഹദോഷങ്ങളിൽ നിന്നും ഇവരെ മുക്തനാക്കാനും സഹായിക്കുന്നതാണ്. ചിങ്ങം രാശിക്കാർക്ക് ഓം നമഃശിവായ കാലം മഹാകാൽ കാലം കൃപാലം ഓം നമ എന്ന മന്ത്രമാണ് ജപിക്കേണ്ടത്. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ അനുകൂലമായ പല മാറ്റങ്ങളും കൊണ്ടുവരുന്നതായിരിക്കും. ശിവനെ ആരാധിക്കുന്നത് വഴി ജീവിതത്തിൽ എല്ലാ മാറ്റങ്ങളും ഉണ്ടാക്കി തരുന്നതായിരിക്കും. അതായത് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും മഹാദേവനെ ആരാധിക്കുന്നത് വഴി പരിഹാരം കാണാവുന്നതാണ്. കന്നിരാശിക്കാരെ നോക്കുമ്പോൾ ഓം ശ്രീകണ്ഠായ നമ എന്ന മന്ത്രമാണ് ജപിക്കേണ്ടത്. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ വളരെ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്നതായിരിക്കും. ജീവിതത്തിൽ ഇരുട്ടിനെ അകറ്റി മികച്ച മാറ്റങ്ങൾ നൽകുന്നതിന് ഈ മന്ത്രം ജപിക്കുന്നത് സഹായിക്കും. തുലാം രാശിക്കാർക്ക് ഓം നമോ ശിവായ ഗുരുദേവായ നമ എന്ന മന്ത്രമാണ് ജപിക്കേണ്ടത്. ഇത് ജപിക്കുന്നത് വഴി ജീവിതത്തിൽ പുതിയ പുതിയ അവസരങ്ങളും അതുപോലെ ചെയ്തുകൊണ്ടിരിക്കുന്ന ബിസിനസ്സിൽ ഒരുപാട് വളർച്ചകളൊക്കെ വരുത്താൻ സാധിക്കുന്നതായിരിക്കും. വൃശ്ചികം രാശിക്കാരെ സംബന്ധിച്ച് ഓം ചന്ദ്രമൗലേശ്വരായ നമ എന്ന മന്ത്രമാണ് ജപിക്കേണ്ടത്. ഇത് നിങ്ങൾക്ക് കുറച്ച് നാളുകളായി അലട്ടിക്കൊണ്ടിരിക്കുന്ന എല്ലാ ആരോഗ്യ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണുന്നതാണ്. കൂടാതെ ജീവിതത്തിൽ സന്തോഷവും ആരോഗ്യവും നിറയ്ക്കുന്നു. ധനുരാശിക്കാർക്ക് ഓം നമോ ഭഗവതേ രുദ്രായ എന്ന മന്ത്രമാണ് ജപിക്കേണ്ടത്. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ നെഗറ്റിവിറ്റി മാറ്റി പോസിറ്റീവ് എനർജി നൽകുന്നതായിരിക്കും. മകരം രാശിക്കാർക്ക് ഓം ശംഭവേ നമ എന്ന മന്ത്രമാണ് ജപിക്കേണ്ടത്. ഇത് ഇവർക്ക് കുടുംബ ബന്ധങ്ങളിൽ ഉണ്ടായിരിക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും ഒപ്പം തൊഴിൽ മണ്ഡലങ്ങളിൽ ഉണ്ടായിരിക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണുന്നതായിരിക്കും. കുംഭം രാശിക്കാർക്ക് ഓം ഹ്രീം നമഃശിവായ മന്ത്രം ആണ് ജപിക്കേണ്ടത്. ഹ്രീം എന്നത് ബീജമന്ത്രാക്ഷരമാണ്. പ്രത്യേകിച്ച് ഇവർക്ക് ചൊവ്വയുടെ ഒരു വർഷം കൂടി ആയതിനാൽ കുറച്ച് ബീജമന്ത്രാക്ഷരം തന്നെ വേണ്ടിവരുന്നതാണ്. ബീജമന്ത്രാക്ഷരത്താൽ ഇവർക്കുണ്ടാകാൻ പോകുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ലഭിക്കുന്നതായിരിക്കും. അതുകൊണ്ട് കഴിവതും ഓം ഹ്രീം നമഃശിവായ എന്ന മന്ത്രം ജപിക്കുക. മീനം രാശിക്കാർക്ക് നോക്കുമ്പോൾ
ഓം പശുപതയേ നമ എന്ന മന്ത്രമാണ് ജപിക്കേണ്ടത്. ഇവർക്ക് പ്രതിസന്ധികളൊക്കെ തരണം ചെയ്ത് ജീവിതത്തിൽ മുന്നേറ്റം കൊണ്ടുവരുന്നതിനും ലക്ഷ്യപ്രാപ്തി കൈവരിക്കുന്നതിനും സാധിക്കുന്നതാണ്. ഈ മന്ത്രങ്ങളൊക്കെ നമ്മൾ ദിനംപ്രതി 18 തവണയോ അല്ലെങ്കിൽ 108 തവണയോ കുളിച്ച് ശുദ്ധം വരുത്തിയതിനു ശേഷം ജപിക്കുകയാണെങ്കിൽ 21 ദിവസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഫലങ്ങൾ കാണാൻ സാധിക്കുന്നതാണ്. പ്രത്യേകിച്ച് ശിവരാത്രി ദിനം നിങ്ങൾക്ക് എത്ര നേരം ഇത് ജപിക്കാൻ സാധിക്കുമോ അത്രയും നേരം ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ച് ജപിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഫലപ്രാപ്തി ലഭിക്കുന്നതായിരിക്കും. കൂടാതെ അടുത്തുള്ള ശിവക്ഷേത്രങ്ങളിൽ പോയി ദർശനം നടത്തി മൃത്യുഞ്ജയ പുഷ്പാഞ്ജലിയും ജലധാരയും ഒക്കെ നടത്തുന്നതും വളരെ അനുകൂലമായ ഫലങ്ങൾ നൽകുന്നതായിരിക്കും.